ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മധുരമായിക്കോട്ടെ. കാര്യം അതും കുഞ്ഞുങ്ങളെ ഫോക്കസ് ചെയ്തിട്ടാണ്. ഹൽവ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അപ്പോൾ എളുപ്പത്തിൽ എങ്ങനെ ഹൽവ ഉണ്ടാക്കുക എന്നുള്ളതാണ്. പല രീതിയിലുള്ള ഹൽവാസ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് മാജിക് അവനിലൂടെ. ഇത് അതുപോലെ മറ്റൊരു ഹൽവ. ഇതാണ് പിസ്ത ഹൽവ. നല്ല പച്ച നിറത്തിലെ ഹൽവ. പിസ്ത ഹൽവ ഉണ്ടാക്കിയാലോ? അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ടി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പിസ്ത ഹൽവ ചേരുവകൾ: പിസ്ത ക്രഷ് 1 കപ്പ്, പഞ്ചസാര 3/4 കപ്പ്, വെള്ളം 2 കപ്പ്, കോൺഫ്ലവർ 1/2 കപ്പും അതോടൊപ്പം 1 ടേബിൾ സ്പൂണും കൂടി ചേർക്കണം. അതായത് ടോട്ടൽ 4 ടേബിൾ സ്പൂൺ. പിസ്ത ചെറുതായിട്ട് നുറുക്കിയത് 1/2 കപ്പ്, നെയ്യ് 2 ടേബിൾ സ്പൂൺ. അപ്പോൾ നമ്മുടെ പിസ്ത ഹൽവ ഉണ്ടാക്കിയാലോ? അടുപ്പ് കത്തിച്ചിട്ട് നല്ലൊരു പാത്രം, ചൂട് കട്ടിയുള്ള പാത്രം. ഞാനെപ്പോഴും കൂടുതലും ഞാൻ ഈ പാത്രമാണ് ഉപയോഗിക്കുന്നത്, അങ്ങനെയല്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ അല്ലാണ്ട് ഉപയോഗിക്കുന്ന പാത്രവും നല്ലതാണ്. അല്ലെങ്കിൽ നല്ല ഉരുളിയോ അങ്ങനത്തെ. സാധാരണ ഒരു ഹൽവ ഉണ്ടാക്കാൻ എത്ര സമയം എടുക്കല്ലേ? നമ്മൾ കുറേ സമയം എടുക്കും. ഇതങ്ങനെയൊന്നുമല്ല, ഈസി പീസി ആണ് ഈ കാര്യം. അപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കാം. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കോൺഫ്ലവർ എടുത്ത് വയ്ക്കുക ആദ്യമേ തന്നെ. ഇതിപ്പോൾ 1/2 കപ്പ് കോൺഫ്ലവർ പ്ലസ് 1 ടേബിൾ സ്പൂൺ. 1/2 കപ്പും 1 ടേബിൾ സ്പൂണും കൂടി ചേർന്ന്, അതായത് 1/2 കപ്പ് എടുക്കുക, അതായത് 6 ടേബിൾ സ്പൂൺ. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂണും കൂടി ചേർക്കുക. ദാറ്റ് മീൻസ് 7 ടേബിൾ സ്പൂൺ ഓഫ് കോൺഫ്ലവർ. ഇപ്പോൾ 2 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും കുറച്ച് വെള്ളം എടുത്തിട്ട്, സാധാരണ വെള്ളം, റൂം ടെമ്പറേച്ചർ വാട്ടർ, കട്ടയില്ലാണ്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇതാണ് നമ്മുടെ ആദ്യത്തെ കാര്യം. കോൺഫ്ലവർ കലക്കി ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുന്നു. ഇനി വേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പിസ്ത ഫ്ലേവറിന് ഞാനിവിടെ ഉപയോഗിക്കുന്നത് പിസ്ത ക്രഷ്. പിസ്ത ക്രഷ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പല സ്ട്രോബെറി ക്രഷ്, പിസ്ത ക്രഷ്, പൈനാപ്പിൾ ക്രഷ് എന്ത് വേണമെങ്കിലും നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ അതിങ്ങനെ കുപ്പിയിൽ വരുന്നതാണ്. അത് എടുത്തു. ഇനി അതിലേക്ക് ഇപ്പോൾ 2 കപ്പ് വെള്ളത്തിൽ നിന്നും കുറച്ച് 1/2 കപ്പ് വെള്ളം എടുത്തിട്ടാണ് ഒഴിച്ചത് നമ്മുടെ കോൺഫ്ലവറിൽ. ഇനി പാത്രത്തിലേക്ക് ഈ പിസ്ത ക്രഷ് എന്ന് പറയുന്നത് 1 കപ്പ് നിറച്ചെടുത്തിട്ടുണ്ട്. 1 കപ്പ് 240 ml ഒരു ഫുൾ കപ്പാണ്. അതും കൂടി ചേർത്തിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്യാം. കുറച്ചൊന്ന് ലൂസൻ്റ് ആകും. ഇനി ഇതിലേക്കാണ് നമ്മുടെ കോൺഫ്ലവർ കലക്കിയതും കൂടി ഒഴിച്ചു കൊടുക്കുക. പ്രധാനപ്പെട്ട 2 കാര്യങ്ങളായി. തീ ഞാൻ കുറച്ച് വെച്ചിരിക്കുകയാണ്. തീ ഒന്ന് കൂട്ടി കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്നിങ്ങനെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഇങ്ങനെ കട്ടിയായി വരും. ആ ഒരു സമയമാകുമ്പോൾ പഞ്ചസാര റെഡിയാക്കി വെച്ചേക്കുക. പഞ്ചസാര എന്ന് പറയുമ്പോൾ മധുരത്തിന്, ഇപ്പോൾ പിസ്ത സിറപ്പ് പോലെയാണ് ഇതിപ്പോൾ പിസ്ത ക്രഷ് എന്ന് പറയുമ്പോൾ ഇച്ചിരി ഒരു മധുരം ഉണ്ടാവും. അതിനനുസരിച്ചിട്ട് പഞ്ചസാരയുടെ അളവ് 1 മുതൽ 1.5 കപ്പ് വരെ ആകാം. ഓരോരുത്തരുടെ ഇഷ്ടം, എത്ര മധുരം വേണം അതനുസരിച്ചിട്ട്. ഒരു 1 കപ്പോ 3/4 കപ്പോ ആയാലും കുഴപ്പമില്ല. ഹൽവ എന്ന് പറഞ്ഞാൽ ഇച്ചിരി മധുരമൊക്കെ വേണ്ടേ. അപ്പോൾ 1 കപ്പാകാം, 1.25 ആകാം, 1.5 ആകാം, 3/4 കപ്പ് ആണെങ്കിലും കുഴപ്പമില്ല. അത് നോക്കിയിട്ട് ചെയ്താൽ മതി. ഇനി ഇതിങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കട്ടിയായി വരും. ആ സമയത്താണ് നമ്മൾ ഈ ഒരു പഞ്ചസാര ചേർക്കേണ്ടത്. പൊടിച്ച പഞ്ചസാരയല്ല, സാധാരണ പഞ്ചസാര, ഗ്രാന്യൂൾസ്. ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് കട്ടായിട്ട് ഇങ്ങനെ വരും. ദേ കാണുന്നുണ്ടല്ലോ, തിക്കായി വരുന്നതാണ്. ഇതെല്ലാം പെട്ടെന്ന് നടക്കുന്ന കാര്യം. പക്ഷേ ആ കോൺഫ്ലവർ വേകണമല്ലോ, ആ പച്ചച്ചുവ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ വരണം. ഈ ഒരു സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ഇനി നമുക്ക് പഞ്ചസാര ഇടാം. അപ്പോൾ ഇച്ചിരി മധുരം ഉണ്ട് അതിനകത്ത്, നോക്കിയിട്ട് ചേർത്താൽ മതി. ഞാനിപ്പോൾ ഒരു 1/2 കപ്പാണ് ആദ്യം ചേർത്തിരിക്കുന്നത്. നോക്കിയിട്ട് നമുക്ക് കൂടുതൽ ചേർക്കാം. 1/4 കപ്പ് വരെ ആദ്യം ചേർക്കാം. നോക്കാം. ഇനി ആർട്ടിഫിഷ്യൽ കളറൊന്നും ഞാൻ ചേർക്കുന്നില്ല. ബിക്കോസ് ഇതിനൊരു നാച്ചുറലായിട്ട് ആ ഒരു പിസ്ത ക്രഷിനൊരു പച്ച കളർ ഉണ്ടല്ലോ. അത് ഏതാണ്ടൊരു 3/4 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ടോട്ടൽ ചേർത്തത്. അത് മതിയാകും. 1 കപ്പ് ചേർത്താൽ കുറച്ചുകൂടി സ്വീറ്റാണ്, പക്ഷേ ഇത് ധാരാളം. തീ ഒരല്പം കുറച്ചു. അങ്ങനെ 5 മിനിറ്റ് ആയപ്പോൾ തന്നെ നോക്കി ഇങ്ങനെ ആയി തുടങ്ങി. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടി ചേർക്കുക. അത് ജസ്റ്റ് ഒരു ബാലൻസിങ്ങിനാണ്, മധുരമുള്ള കാര്യം ആയതുകൊണ്ടാണ്. ഇച്ചിരി ഉപ്പ് ചേർക്കുന്നതല്ല. പിന്നെ എന്നോടൊപ്പം ഇനി മിൽക്കി മിസ്റ്റിൻ്റെ പ്യുവർ ഗൗ ഗീ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് 1-2 ടേബിൾ സ്പൂൺ മതിയാകും.
അത് തന്നെ വേണമെന്നില്ല, ആക്ച്വലി 1 ടേബിൾ സ്പൂൺ ആയാലും മതി. കാണുന്നുണ്ടല്ലോ ഇത് ഇങ്ങനെ ഇപ്പോൾ തീ ഉറച്ചിട്ടിരിക്കുവാണേ. തീ കൂട്ടി കൊടുക്കാം. ഇങ്ങനെ വിട്ട് വരുന്ന പോലെ ഇങ്ങനെ ഇളകി വരും. നല്ല കിടന്ന് ഓടുന്നതാണോ. ഇനി ഇതിലേക്ക് കുറച്ച് പിസ്ത ചോപ്പ് ചെയ്ത് വെച്ചിട്ട് പിസ്തയാണിത്, പിസ്താഷ്യൂ. ഒരു സിംബോളിക്കായിട്ട് എന്തായാലും വേണമല്ലോ. പിസ്ത ഹൽവ ആകുമ്പോൾ സ്വാഭാവികമായും നമ്മൾ പിസ്ത എക്സ്പെക്റ്റ് ചെയ്യും. ഏകദേശം ഒരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ ചേർക്കാം, നമുക്കുള്ളതുപോലെ. അപ്പം നിറയെ പിസ്തയും ചേർത്ത് കഴിഞ്ഞു. ഇത്രയേ ആവശ്യമുള്ളൂ, കഴിഞ്ഞു. ഇനി ഇത് ഒരു പാത്രത്തിൽ, നെയ്യ് തടവിയ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ചൂടോടുകൂടി തന്നെ ഒഴിക്കാം. ഇതൊന്ന് കണ്ടല്ലോ, ഇങ്ങനെ വിട്ട് വീഴുന്ന പോലെ ഇങ്ങനെ ഓടുന്നൊരു പാത്രം. അങ്ങനെ നമ്മുടെ പിസ്ത ഹൽവ സെറ്റ്. ഇനി അത് അല്പം ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ഇത് ഉറയ്ക്കും. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഒന്ന് തണുത്താൽ മാത്രം മതി. ഇങ്ങനെ എളുപ്പമല്ലേ, ഈസി ടു മേക്ക്, ഭയങ്കര ഈസിയാണ്. നല്ലൊരു നാച്ചുറൽ ഗ്രീൻ കളർ ആ ക്രഷിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടി. പ്രത്യേകിച്ചൊരു ഗ്രീൻ കളറിൻ്റെ ആവശ്യമില്ല. നിറയെ പിസ്താഷ്യോ ചോപ്പ് ചെയ്തത് ഇട്ടിട്ടുണ്ട്. അങ്ങനെ പിസ്ത ഹൽവ റെഡി. എന്ത് ഭംഗിയല്ലേ കാണാൻ. ഞാൻ പറഞ്ഞല്ലോ തടുത്തിട്ട് കട്ട് ചെയ്യാം. എന്തായാലും ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. വളരെ ഈസി ആയിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു പലഹാരമാണ്, ഒരു നല്ല മധുര പലഹാരം ഹൽവ. അപ്പോൾ ഹൽവ ക്രീവിങ്സ് ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ളൊരു പിസ്ത ഹൽവ. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇത് സെറ്റാകുക എന്ന് പറയുമ്പോൾ നല്ലോണം സെറ്റായിട്ടുണ്ട് ഈ ഹൽവ. ഇത് നമുക്ക് മുറിക്കാം. പിസ്ത ഹൽവ ഇസ് റെഡി.